ഒരു പത്രസമ്മേളനം യഥാർത്ഥത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതായിരുന്നില്ല. 2 ദിവസം മുമ്പ് അഹമ്മദ് ദേവർകോവിൽ MLA പാലക്കാട് മണ്ണാർക്കാടിനടുത്ത് നടത്തിയ ഒരു പ്രസ്താവന വിവാദമായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്രസ്താവനയിലേക്ക്, ആ വിവാദത്തിലേക്ക് ഞങ്ങളെ വലിച്ചിഴച്ചുകൊണ്ട് ഈ വിവാദമുണ്ടാക്കിയത് നാഷണൽ ലീഗാണെന്ന തോതിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നു. അപ്പോൾ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമെന്ന് വിചാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രസ് മീറ്റ് നടത്തുന്നത്. സമസ്ത പ്രശ്നത്തിൽ സമസ്തയുമായി മുസ്ലിം ലീഗിന് ഊഷ്മളമായ ബന്ധമാണുള്ളത്. ആ ബന്ധം തുടർന്നു പോകണം. ചില ഛിദ്രശക്തികളാണ് ആ ബന്ധത്തിനിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത്. അവരെ ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത്. സമസ്തയുമായുള്ള പ്രശ്നത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ സമീപകാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ വാചകങ്ങളാണ് അതേ സ്വരത്തിൽ വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ അഹമ്മദ് ദേവർകോവിൽ ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉയരുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ചില ഛിദ്രശക്തികൾ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. പരിഹാരവും അദ്ദേഹം നിർദ്ദേശിച്ചു. അവരെ ഒറ്റപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. സംസ്ഥയുടെ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ ധാർഷ്ട്യവും ധിക്കാരപരവുമായ നിലപാടുകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. സമസ്തയുടെ നേതാക്കൾ, സമസ്ത ഒരു പണ്ഡിത സഭയാണ്, മതസംഘടനയാണ്, പണ്ഡിത സഭയാണ്. സംസ്ഥയുടെ നേതാക്കൾ പല സന്ദർഭങ്ങളിലും ലീഗ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അവമതിപ്പും ആക്ഷേപങ്ങളും നേരിട്ടിട്ടുണ്ട്. യൂത്ത് ലീഗ് നേതാക്കൾ സമസ്തയുടെ പണ്ഡിതരായ നേതാക്കളെ ആക്ഷേപിച്ച പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. തിരുത്താനോ അത്തരം ആക്ഷേപങ്ങളെ പിൻവലിക്കാനോ മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ല. സമീപകാലത്ത് സംഘടന എന്ന നിലയിൽ അവരുടെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ സമർപ്പിക്കാനും പരിഹാരം തേടാനും സമസ്ത നേതാക്കൾ മുന്നോട്ട് വന്നപ്പോൾ മുസ്ലിം ലീഗിന് അതൊട്ടും രസിച്ചില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ വിഷയത്തിൽ ന്യൂനപക്ഷങ്ങൾക്കുണ്ടായ ആശങ്കയകറ്റാൻ മതസംഘടനകളുടെയും ന്യൂനപക്ഷ സംഘടനകളുടെയും യോഗങ്ങൾ വിളിച്ചു ചേർത്തപ്പോൾ സംസ്ഥയുടെ അധ്യക്ഷൻ ആദരണീയനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ
ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിൽ സംബന്ധിച്ചു. അത് മുസ്ലിം ലീഗിന് തീരെ രസിച്ചില്ല. മുസ്ലിം ലീഗ് സമസ്ത നേതാക്കൾക്കെതിരെ വീണ്ടും ഒളിഞ്ഞും തെളിഞ്ഞും ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. ഇപ്പോഴുള്ള ഒരവസ്ഥ, സമസ്തയ്ക്ക് സമാന്തരമായി മുസ്ലിം ലീഗ് അവരുടേതായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം ഒട്ടും ഊഷ്മളമല്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ മുസ്ലിം ലീഗ് നേതാക്കളുടെ ഭാഗത്ത് നിന്നുള്ള ധിക്കാരപരമായ നിലപാടുകളാണ് പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ഞങ്ങളും ഏതാണ്ട് എല്ലാ ആളുകളും ചൂണ്ടിക്കാണിച്ചൊരു സംഗതിയാണ്, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പരിധിയിൽ നിന്നുകൊണ്ടേ മുസ്ലിം ലീഗ് പ്രവർത്തിക്കാവൂ. മുസ്ലിം ലീഗ് ഒരേ സമയം രാഷ്ട്രീയ സംഘടനയും മതസംഘടനയും ആവരുത്. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചൊരു സംഗതിയാണത്. മതസംഘടനകളിൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗ് ഇടപെടരുത്. സമസ്തയ്ക്ക് ഒരു മതസംഘടന, പണ്ഡിത സംഘടന എന്ന നിലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മുസ്ലിം ലീഗ് തടസ്സങ്ങൾ സൃഷ്ടിക്കരുത്.